ഇവാലുവേഷൻ ഓഫ് സർവേ ആക്യുറസി. നമ്മൾ പല രീതിയിലുള്ള സർവേസിനെ കുറിച്ച് പഠിച്ചു. അങ്ങനെ സർവേ ചെയ്തെടുത്തിരിക്കുന്ന ഡാറ്റാസ് ചെക്ക് ചെയ്യുന്നതാണ് ഇവാലുവേഷൻ ഓഫ് സർവേ ആക്യുറസി. ഓക്കെ, അതിലെടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ ഡാറ്റാസിന്റെ കൃത്യത പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ കൃത്യമാണോ എടുത്തിരിക്കുന്നത്, കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളെ പ്ലാനിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്ത സർവേയിൽ എന്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് പ്ലാൻ ചെയ്താൽ ആ പ്ലാനിങ്ങിലും ആ ഒരു ഡിഫക്ട്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എടുത്തിരിക്കുന്ന സർവേ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് മാത്രമല്ല, നമ്മൾ സർവേ ചെയ്യുന്നത് ഒരു ഫുൾ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, അല്ലെ? അതുകൊണ്ട് തന്നെ ആ ഓൾ പോപ്പുലേഷൻ നമ്മൾ എന്താ ചെയ്യുക, പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ കാൽക്കുലേഷൻസ്, ഇക്വേഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഫുൾ പോപ്പുലേഷന്റെ ട്രിപ്സ് മേക്ക് ചെയ്തതും ഓക്കെ അവിടുന്ന് കിട്ടേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ കൃത്യത നമ്മൾ ഉറപ്പുവരുത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള ചെക്സ് എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ചെക്സ്? പ്രധാനപ്പെട്ട ചില ചെക്കുകൾ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് സർവേ ഡാറ്റ ചെക്സ് നമ്മൾ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. ഇൻ ഓർഡർ ടു ഹാവ് കോൺഫിഡൻസ് ഓൺ ദ ഡാറ്റ കളക്ടഡ് ഫ്രം എ സാമ്പിൾ പോപ്പുലേഷൻ ദ ഫോളോയിങ് ചെക്സ് ഷുഡ് ബി ഡൺ. അപ്പൊ ഇനി പറയാൻ പോകുന്ന ചെക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മൾ എടുത്തിരിക്കുന്ന ഡാറ്റാസ് കറക്റ്റ് ആണ്, ചെക്ക് ഓക്കെ ആണെങ്കിൽ എടുത്തിരിക്കുന്നത് ഏകദേശം കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പ്ലാനിങ്ങുമായിട്ട്, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തേത് പ്രിലിമിനറി ചെക്സ് ആണ്. തുടക്കത്തിൽ നമ്മൾ അതിന്റെ ഡാറ്റാസ് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അതെങ്ങനെയാന്നുള്ളതാണ് ഫസ്റ്റ് ഒരു മെത്തേഡ്. വൺ മെത്തേഡ് ഈസ് ബൈ ഡൂയിങ് എ കമ്പ്യൂട്ടേഷണൽ ചെക്ക് ഓഫ് വേരിയബിൾസ്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതാണ്. അത് ഓക്കെ ആണോ, ആ വാല്യൂസ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേന്റെ അകത്ത് ഒരു വ്യക്തിയുടെ ഏജ് 150 years കാണിക്കുകയാണെങ്കിൽ അത് എന്താണ്, ആ എടുത്തിരിക്കുന്ന ആളുടെ മിസ്റ്റേക്ക് ആണ്. എഴുതിയത് 150 എന്ന് എഴുതിയത് ആളുടെ മിസ്റ്റേക്കാണ്. അതായത് ഒരു മിസ്റ്റേക്ക് കറക്റ്റ് അല്ല, 150 വയസ്സുള്ള വ്യക്തിക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റാസ് തെറ്റുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ അത് ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂസ് എല്ലാം എടുത്തിരിക്കുന്ന വേരിയബിൾസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിൽ നോക്കാം. ഇനി വേറൊരു ചെക്ക് എന്ന് പറയുന്നത് അനദർ മെത്തേഡ് ഈസ് ചെക്കിംഗ് ഇന്റേണൽ ആക്യുറസി ഓഫ് ദ ഡാറ്റ. അതായത് ഇപ്പൊ ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് വിചാരിച്ചു. അതില് ഒരാള് 15 വയസ്സാണ്. ഓക്കെ, അപ്പൊ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളുടെ എണ്ണം 4 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ലല്ലോ. കാരണം അവിടെ ഒരാള് 18 വയസ്സിന് താഴെയാണ്, 15 വയസ്സാണെന്ന് വിചാരിക്കുക. ബാക്കി 3 പേരും 18 വയസ്സിന് മുകളിലാണ്. അപ്പം എന്തായാലും ലൈസൻസ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്. അതുപോലെ നമ്മൾ ആ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ പരിശോധിക്കുന്നു. ആ വാല്യൂസ് ജസ്റ്റ് നോക്കുന്നു. പിന്നെ ആ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോജിക്കലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് ഓക്കെ ആണോ, ഓക്കെ വരുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഈ 2 ചെക്സ് ആണ് പ്രിലിമിനറി ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തത് കൺസിസ്റ്റൻസി ചെക്കാണ്. അതായത് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഓക്കെ ആണോ എന്നുള്ളത് ഒന്നും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സർവേ ചെയ്തു, അത് എടുത്തിരിക്കുന്ന ഡാറ്റ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ അതേ സ്ഥലത്ത് പോയിട്ട് വീണ്ടും അവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാം. അതായത് അവർ ആദ്യമേ പറഞ്ഞ ആൻസേഴ്സ് തന്നെയാണോ ഇപ്പോഴും പറയുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് അതിന്റെ കൺസിസ്റ്റൻസി, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കൺസിസ്റ്റന്റ് ആണോ, ഓക്കെ ആണോ എന്നുള്ള ചെക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റാസ് ഒന്നും കൂടെ വെരിഫൈ ചെയ്യുന്നത്. പിന്നീട് ഒരു ദിവസം പോയിട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ പോയി വിസിറ്റ് ചെയ്തിട്ട് അത് ഉറപ്പ് വരുത്തുന്നതാണ് കൺസിസ്റ്റൻസി ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ചെക്ക് സിംപ്ലി കൺസിഡേഴ്സ് ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഡാറ്റ ബൈ എ field visit normally done after data entry stage. It confirms the data reliability. അതായത് ആ എടുത്തിരിക്കുന്ന ഡാറ്റയുടെ ഇത് നമ്മൾ കറക്റ്റ് ആണെങ്കിൽ, രണ്ടും ആദ്യമേ കിട്ടിയ ഡീറ്റെയിൽസും രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ ആ എടുത്തിരിക്കുന്ന ഡാറ്റന്റെ വിശ്വാസ്യതയും അതുപോലെ തന്നെ അത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ അത് നമുക്ക് ഉപയോഗിക്കാന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ പ്ലാനിങ്ങിൽ ഉപയോഗിച്ചാലും
നമ്മുടെ ആ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്ട് സക്സസ്ഫുൾ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് കൺഫേംസ് ദ ഡാറ്റ റിലയബിലിറ്റി, വാലിഡിറ്റി, ആക്യുറസി, യൂസബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് റിലേറ്റഡ് ഡാറ്റ ആപ്ലിക്കേഷൻ. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പൂർണ്ണമാണെന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തത് പ്രിലിമിനറി ചെക്കാണ്. നമ്മൾ ആ എടുത്തിരിക്കുന്ന ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ തന്നെ അതൊന്ന് വെരിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിരുന്നു. രണ്ടാമത്തെ കൺസിസ്റ്റൻസി ചെക്കാണ്. നമ്മൾ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം വീണ്ടും അത് ഡാറ്റ ഒക്കെ എൻട്രി ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ വീണ്ടും ആ സ്ഥലത്ത് പോയിട്ടൊന്ന് വെരിഫൈ ചെയ്യുന്ന അവരോട് അതേ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അത് തന്നെയാണോ മറുപടി കിട്ടുന്നത് എന്നുള്ള ചെക്ക് ചെയ്യുന്നതാണ് കൺസിസ്റ്റൻസി ചെക്ക് വരുന്നത്. നെക്സ്റ്റ് സ്ക്രീൻ ലൈൻ ചെക്സ്. അപ്പൊ സ്ക്രീൻ ലൈൻ എന്താണെന്നുള്ള അറിയാം നമുക്ക് അല്ലെ. കോഡോൺ ലൈൻസ് എന്താണ്, ഒരു സ്റ്റഡി ഏരിയനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. എന്നാൽ അതിന്റെ അകത്തെ കൂടെ സ്റ്റഡി ഏരിയസിനെ ഡിവൈഡ് ചെയ്യുന്ന ലൈനുകളാണ് സ്ക്രീൻ ലൈൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലൈൻ സെപ്പറേറ്റിംഗ് സ്റ്റഡി ഏരിയ. നമ്മൾ പറഞ്ഞു അത് റെയിൽവേ ലൈൻസ് ആവാം, റിവേഴ്സ് ആവാം, കനാൽസ് ആവാം, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക സ്ക്രീൻ ലൈൻസ് ആയിട്ട് എടുക്കുക. അത് നമ്മൾ ആ ഒരു ഏരിയയിൽ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചെക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ ഡാറ്റ കളക്ടഡ് ബൈ ഹോം ഇന്റർവ്യൂ സർവേ. അതായത് നമ്മൾ ഹോം ഇന്റർവ്യൂ സർവേയിലൂടെ എടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഹോം ഇന്റർവ്യൂ സർവേ എടുക്കുമ്പോൾ പറഞ്ഞു ഒരു സാമ്പിളാണ് നമ്മൾ എടുക്കുക അല്ലെ. ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു സാമ്പിൾ മാത്രം, അതായത് ടോട്ടൽ ഒരു ഏരിയയിൽ ഇത്ര ഹൗസ് ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സാമ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അപ്പം ആ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാസ് ആക്കി നമ്മൾ മാറ്റും. ഓക്കെ, അങ്ങനെ മാറ്റി ഇനി ഫ്യൂച്ചറിൽ വരാവുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മളെ ടോട്ടൽ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ആ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഡാറ്റ ഇപ്പം ഒരു പർട്ടിക്കുലർ സ്ക്രീൻ ലൈനിലൂടെ പാസ് ചെയ്യുന്ന എത്ര വെഹിക്കിൾസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു സാമ്പിൾ എടുത്ത് പരിശോധിച്ചു, അതിന്റെ അകത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ആ ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്ക്രീൻ ലൈനിലൂടെ, അതായത് ഇപ്പം ഒരു ഹൈവേ സ്ക്രീൻ ലൈനെ കട്ട് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആ സ്ക്രീൻ ലൈൻസിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെഹിക്കിൾസിന്റെ നമ്പേഴ്സ് എത്രയാന്നുള്ള ടോട്ടൽ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമ്മൾ ഹൗസ് ഹോൾഡ് സർവേ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ കിട്ടിയത് നമ്മൾ അത് മാനിപ്പുലേറ്റ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ വാല്യൂ നമ്മൾ സർവേ ചെയ്ത് എടുത്തിട്ടുള്ള വാല്യൂ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് വെഹിക്കിൾസിന്റെ സർവേ ചെയ്യും. അതായത് ഹൗസ് ഹോൾഡ് സർവേ കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്ക്രീൻ ലൈനിലൂടെ പാസ് ചെയ്യുന്ന വെഹിക്കിൾസ് തന്നെയാണോ ആക്ച്വലി അതിലൂടെ പാസ് ചെയ്യുന്ന വെഹിക്കിൾസിന്റെ എണ്ണം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു നമ്മൾ മോഡൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സർവേ ചെയ്ത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ട്രാഫിക് വോളിയം സെയിം ആണെന്നുള്ളതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് നമ്മൾ ആ സ്ക്രീൻ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് സർവേ ചെയ്യും എത്ര വെഹിക്കിൾസ് അതിലെ പാസ് ചെയ്യുന്നു എന്നുള്ളത്. അതും അതുപോലെ തന്നെ നമ്മൾ ഹോം ഇന്റർവ്യൂ സർവേ ചെയ്തിട്ട് അവരുടെ യാത്രകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ ലൈൻ വഴി എത്ര വെഹിക്കിൾസ് പോവാം, എത്ര ട്രിപ്സ് അതിലെ പാസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതും ആക്ച്വലി അതിലെ പാസ് ചെയ്യുന്നതും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഡാറ്റ ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഏകദേശം സിമിലർ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ മോഡൽ ഒന്നും കൂടെ കൃത്യതയും ഉറപ്പുള്ളതുമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ട്രാഫിക് കൗണ്ട്സ് ടേക്കൺ അറ്റ് സെലക്ടഡ് സ്ക്രീൻ ലൈൻസ് ആർ യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് model generated travel pattern with actual volumes of traffic crossing screen line and making adjustments. This check is useful for calibration and validation of model. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കറക്ഷൻസ് എല്ലാം അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ഈ രീതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയൊക്കെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തുള്ള ഡാറ്റയും അതായത് ആ സ്ക്രീൻ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസ് ചെയ്യുന്ന വെഹിക്കിൾസിന്റെ ഡാറ്റയും ആക്ച്വലി പാസ് ചെയ്യുന്ന വെഹിക്കിൾസിന്റെ ഡാറ്റയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എടുത്തിരിക്കുന്ന സർവേ നമുക്ക് കൃത്യത വരുത്തി അത് പ്ലാനിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ സ്ക്രീൻ ലൈൻ ചെക്സ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കോഡോൺ ലൈൻ ചെക്സ്. ഇത് സ്ക്രീൻ ലൈൻ ചെക്സുമായിട്ട് സിമിലർ ആണ്. അതായത് കോഡോൺ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് സ്റ്റഡി ഏരിയനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്.
അതായത് ബൗണ്ടറിയിലൂടെ വരയ്ക്കുന്ന അല്ലെങ്കിൽ ബൗണ്ടറിയിലൂടെ കൺസിഡർ ചെയ്യുന്ന ലൈനാണ്. കോഡോൺ ലൈൻ ഈസ് ദ ബൗണ്ടറി ഓഫ് സ്റ്റഡി ഏരിയ. The data collected from surveys, especially household surveys, can be checked by cordon line survey. അതായത് കോഡോൺ ലൈനിൽ നമ്മൾ സർവേ ചെയ്യും. മുന്നേ പറഞ്ഞത് സ്ക്രീൻ ലൈനിലായിരുന്നു ചെയ്യുന്നത്. ഇത് കോഡോൺ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് സർവേ ചെയ്യും. അതായത് കോഡോൺ ലൈനിലൂടെ നമ്മൾ എടുത്തിരിക്കുന്ന സർവേ, നമ്മൾ ഹൗസ് ഹോൾഡ് സർവേസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ കോഡോൺ ലൈൻസിലൂടെ പാസ് ചെയ്ത് പോകുന്ന എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ആ സാമ്പിൾ എടുത്തിട്ട് ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ട്രിപ്സ് അതിലെ പോകുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും, കോഡോൺ ലൈൻസിൽ നിന്നിട്ട് സർവേ ചെയ്യും, എത്ര വെഹിക്കിൾസ് പോകുന്നുണ്ട്. ഹൗസ് ഹോൾഡിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, കോഡോൺ ലൈനിൽ നിന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും എത്ര വെഹിക്കിൾസ് പോകുന്നുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ചിട്ടുള്ള വെഹിക്കിൾസിന്റെ നമ്പേഴ്സും ആക്ച്വലി ആ കോഡോൺ ലൈനിലൂടെ നമ്മൾ നിന്ന് സർവേ ചെയ്ത് അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെഹിക്കിൾസിന്റെ എണ്ണവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും അത് കറക്റ്റ് ആക്കാനും നമ്മുടെ പ്ലാനിങ്ങിൽ യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. The data collected from surveys, especially household surveys, can be checked by cordon line surveys. Cordon line points can be used to compare the trips calculated and observed. ട്രിപ്പ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു, അതായത് സാമ്പിളിൽ നിന്ന് നമ്മൾ എടുത്ത് ഹോൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആക്ച്വലി ഒബ്സർവ് ചെയ്തിട്ടുള്ള, അതായത് കോഡോൺ ലൈനിൽ പോയി ഇതൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആ ഡാറ്റാസും ഓക്കെ നമ്മൾ കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് നമ്മൾ ആക്ച്വലി ഒബ്സർവ് ചെയ്തതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തതും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പൊ അതിലെന്തെങ്കിലും സിമിലാരിറ്റീസ് അൺസിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എടുത്തിരിക്കുന്ന സർവേയിൽ നിന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് ആക്ച്വലി ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ദിസ് ചെക്ക് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഡാറ്റ അഡ്ജസ്റ്റ്മെന്റ് ഫോർ സ്റ്റഡി ഏരിയ. അപ്പൊ സ്റ്റഡി ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ അഡ്ജസ്റ്റ്മെന്റിന് ഈ കോഡോൺ ലൈൻ ചെക്സ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഇതാണ് അത് നമ്മൾ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡ് സർവേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെക്കുകൾ, അതിൻ്റെ അകത്തുള്ള എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്ത ഡാറ്റാസ് ഓക്കെ ആണോ, കൺസിസ്റ്റന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ട്രിപ്പ് ജനറേഷൻ. ട്രിപ്പ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഒരു സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സോണിൽ എൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും എവിടെ നിന്ന് വരുന്നു എന്നുള്ളതും അതിൻ്റെ അകത്ത് ഫാക്ടർ അല്ല, എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ജസ്റ്റ് അതിന്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഫോർകാസ്റ്റ് ദ നമ്പർ ഓഫ് ട്രിപ്സ് ദാറ്റ് വിൽ ബി മെയ്ഡ്. ഹൗ മെനി ട്രിപ്സ് വിൽ ബിഗിൻ ഓർ എൻഡ് ഇൻ ഈച്ച് ട്രാഫിക് അനാലിസിസ് സോൺ. അതായത് ഒരു സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ അല്ലെങ്കിൽ എൻഡ് ചെയ്യോ ചെയ്യുന്ന ട്രിപ്സിന്റെ നമ്പറാണ് ഈ ട്രിപ്പ് ജനറേഷനിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് എത്ര ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. In other words, the trip generation phase of the analysis predicts total flows into and out of each zone in the study area, but it does not predict where these flows are coming from or going to. Okay, അപ്പോൾ അതായത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അതിൽ ഫാക്ടർ അല്ല. അതായത് ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ട്രിപ്പ് ജനറേഷനെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ട്രിപ്പിന്റെ എണ്ണം കൂടാൻ ഇടയാവുന്നത് അല്ലെങ്കിൽ കുറയാൻ ഇടയാവുന്നത്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഇൻകം ആണ്. അപ്പം ഇൻകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഇൻകം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രാവൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുമായിരിക്കും. ഓക്കെ, അതായത് ഇൻകം കൂടുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പിന്റെ എണ്ണവും കൂടും. ഓക്കെ, ഒബ്വിയസ്ലി ഫാമിലി ഇൻകം വിച്ച് represents its ability to pay for a journey affects the number of trips generated by a household. A general trend is that higher the income, the higher is the trip generation rate. അപ്പോൾ പൈസ അല്ലെ, ഇൻകം കൂടുതൽ ഉണ്ടെങ്കിൽ ആ ജേണിക്ക് വേണ്ടിയിട്ട് അല്ലെ കൂടുതലായിട്ട് പേ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആ ഒരു ഫാമിലിക്ക് ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രിപ്സിന്റെ എണ്ണം കൂടും. ഇനി അടുത്ത കാർ ഓണർഷിപ്പ്, അതായത് കാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ അല്ലെ ആ കാറിൽ യാത്ര ചെയ്യുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ട്രിപ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും കാർ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം കാറുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ ട്രിപ്സിന്റെ എണ്ണം
ഓട്ടോമാറ്റിക്കലി കൂടും. അത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പൊ ഇൻഡിവിജ്വലി അല്ലെ പോവാനുള്ള സാധ്യത കൂടുതലായിരിക്കും കാറിന്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എ കാർ റെപ്രസെന്റ്സ് ഈസി മൊബിലിറ്റി ആൻഡ് ഹെൻസ് എ കാർ ഓണിംഗ് ഹൗസ് ഹോൾഡ് വിൽ ജനറേറ്റ് മോർ ട്രിപ്സ് ദാൻ എ നോൺ കാർ ഓണിംഗ് ഹൗസ് ഹോൾഡ്. ബൈ ദ സെയിം റീസണിംഗ്, the more cars there are in a household, the more the number of trips generate. അപ്പം ആളുകൾ കൂടുതലും അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് എത്തേണ്ട ആ സ്ഥലത്ത് പ്രോപ്പറായിട്ട്, അതായത് ഇപ്പം ആക്സസിബിലിറ്റി കൂടുതലായിരിക്കും കാറിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെ. അതായത് ഇപ്പം ബസ്സിലൊക്കെ ആണെങ്കിൽ, ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ നമ്മൾ വേറൊരു രീതിയിൽ അവിടേക്ക് എത്തേണ്ടി വരും. ഒന്നെങ്കിൽ നടന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓട്ടോയോ എന്തെങ്കിലും വേറെ അനദർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ സ്വന്തം വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് ആ എവിടെയാണോ എത്തേണ്ടത് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പോവാം. അപ്പോൾ കൺവീനിയൻസ് ഓൺ കാറിൽ പോകുന്നതായിരിക്കും. അതായത് കാറുകൾ വീട്ടിലുണ്ടെങ്കിൽ അല്ലെ, അതുപോലെ തന്നെ കൂടുതൽ കാറുകൾ വീട്ടിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കാർ യൂസ് ചെയ്തിട്ടുള്ള ട്രിപ്സിന്റെ എണ്ണവും കൂടുതലായിരിക്കും. ഓക്കെ, ഇത് ഇൻകമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. എന്നിരുന്നാലും കാറിന്റെ ഓണർഷിപ്പ് ട്രിപ്സിന്റെ എണ്ണം കൂട്ടും. നെക്സ്റ്റ്, ഫാമിലി സൈസ് ആൻഡ് കോമ്പോസിഷൻ. ഫാമിലിയുടെ സൈസ് അല്ലെ, ഇപ്പം ഒരു ഫാമിലിയിൽ ആളുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ, ഓക്കെ, ഫാമിലിയുടെ സൈസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരും അവിടെ ട്രിപ്പ് ജനറേറ്റ് ചെയ്യാം അല്ലെ, ട്രിപ്പ് ജനറേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ അവര് രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ അവിടെ 2 ട്രിപ്പ് ഒരു സ്ഥലത്തു നിന്ന് ജനറേറ്റ്, അല്ലെങ്കിൽ ട്രിപ്സ് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീട്ടില് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അല്ലെ, അവർ പഠിക്കുകയാണെങ്കിൽ സ്കൂളിലേക്കുള്ള ട്രിപ്പുകൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് അവിടെയുള്ള കുട്ടികൾ എന്ന് പറയുന്ന കുറച്ച് മുതിർന്ന ആൾക്കാരാണെങ്കിൽ അല്ലെ, അവർ ജോലി ചെയ്യുകയാണെങ്കിൽ, അവരുടെ വിവിധ സ്ഥലങ്ങളിൽ അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെയും ഓരോരുത്തരും അവിടെ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലിയുടെ സൈസ് ഒരു ഫാക്ടറാണ് ട്രിപ്പ് ജനറേഷനിൽ. ഓക്കെ, ദ ബിഗർ ദ ഫാമിലി, ദ മോർ ട്രിപ്സ് there are likely to be generated. Apart from the size, the composition of the family itself is important. For instance, if both husband and wife are employed, the trip generated will be more than when only husband is employed. അവിടെ ഹസ്ബൻഡും വൈഫും എംപ്ലോയിഡ് ആകുമ്പോൾ അവിടെ ട്രിപ്പിന്റെ ജനറേഷന്റെ എണ്ണം കൂടുതലാണ് അല്ലെ. ഇപ്പം ഒരാൾ മാത്രമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതിനേക്കാളും ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഇഫ് there are many school going children, the number of school purpose trips will be large. സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ സ്കൂൾ പർപ്പസിന് വേണ്ടി പോകുന്നത് കൂടുതലായിരിക്കും. ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് അല്ലെ, ആ ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടി ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്സ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഏജ്, ഇപ്പം വീട്ടിലുള്ള ഫാമിലിന്റെ സൈസ് മാത്രമല്ല അതിൽ ഏതൊക്കെ ഏജ് ഗ്രൂപ്പ്സ് വരുന്നുണ്ടെന്ന് അനുസരിച്ചിട്ടും അല്ലെ. ഇപ്പം പറഞ്ഞു സ്കൂൾ ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്കായിരിക്കും ട്രിപ്പ് പോകുന്നത്, അവിടെ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിരിക്കും. അതുപോലെ ഏജും ഒരു ഫാക്ടറാണ്. ഇപ്പം പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന അളവ് കുറവായിരിക്കും, അവിടെ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ചെറുപ്പക്കാർ അല്ലെങ്കിൽ പൊതുവെ പ്രായം കുറഞ്ഞവര് യാത്ര ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും ഓൾഡ് ഏജിലുള്ള ആളുകൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാമിലിയുടെ ഒക്കുപ്പേഷൻ ഒരു ഫാക്ടറാണ്. അവരെന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതും ട്രാവൽ പാറ്റേൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ചില ജോലികൾക്ക് കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന സാധ്യതകൾ ഉണ്ടാവും. ഓക്കെ, ചിലപ്പം വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് യാത്ര ചെയ്യുന്നത് കുറവ്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അതായത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ഓക്കെ, ദ ഏജ് സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി ഓൾസോ ഗവേൺസ് ദ ട്രിപ്പ് റേറ്റ്സ്. Old persons are not expected to generate as many trips as younger ones. The occupation of the family is also known to influence the travel pattern. Okay, ഇനി നാലാമത്തെ പോയിന്റ്, നമ്മളിപ്പം 3 കാര്യങ്ങൾ നോക്കി. ഒന്നാമത്തത് ഇൻകം ആയിരുന്നു, രണ്ടാമത്തെ കാർ ഓണർഷിപ്പ്, തേർഡ് വൺ ഫാമിലി സൈസ് ആൻഡ് കോമ്പോസിഷൻ, ആൻഡ് ഫോർത്ത് വൺ ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ലാൻഡ് യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രിപ്പിന്റെ ജനറേഷന്റെ റേറ്റില് മാറ്റം വരാം. ഓക്കെ, different land use produce different trip rates. For example നോക്കുകയാണെങ്കിൽ, for example, a residential area with a high density of dwellings can produce more trips than one with a low density of dwellings. അതായത് ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് വീടുകൾ ഉണ്ടെങ്കിൽ അല്ലെ, ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന്
ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പിന്റെ എണ്ണം കൂടുതലായിരിക്കും. അതായത് ലോ ഡെൻസിറ്റി ആളുകൾ ജനസാന്ദ്രത കുറഞ്ഞ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ, ഇപ്പൊ ലാൻഡ് യൂസ് എന്ന് പറയുന്നത് എന്താ, അത് എന്തിനു വേണ്ടി ആ ലാൻഡ് യൂസ് ചെയ്യുന്നു? ഇപ്പൊ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ ഓക്കെ, അവിടെ ലാൻഡിൽ ഇപ്പൊ റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അവിടെ ഡെൻസിറ്റി കൂടിയ സാന്ദ്രത കൂടിയ ഏരിയ ആണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പ് എണ്ണം കൂടുതലായിരിക്കും കമ്പയർഡ് ടു ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെ. അപ്പൊ ലാൻഡ് യൂസ്, എങ്ങനെയുള്ള ലാൻഡ് യൂസ് അല്ലെ, അതായത് ഇപ്പം റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണെങ്കിലും അവിടെ ആളുകളുടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പിന്റെ എണ്ണം മാറും. ഓൺ ദ അതർ ഹാൻഡ്, ലോ ഡെൻസിറ്റി ഏരിയാസ് മേ റെപ്രസെന്റ് ഡ്വെല്ലിങ്സ് ഓഫ് the affluent society which may produce a large number of private car trips. Okay, ഇനി ചിലപ്പം നല്ല ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലമായിക്കോട്ടെ, അപ്പൊ അവിടെയാണെങ്കിൽ അവിടെ ഓൺ വെഹിക്കിളിൽ അല്ലെങ്കിൽ കാറിൽ ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം അവിടെ പ്രൈവറ്റ് കാർസിലുള്ള ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഡിപ്പെൻസ്, അത് എങ്ങനെ ഏത് തരത്തിലുള്ള ആളുകളാണ്, ഏത് രീതിയിലാണ് അവിടുത്തെ ലാൻഡ് യൂസ്. റെസിഡൻഷ്യൽ ആണെങ്കിൽ തന്നെ അവിടെ ഏത് ടൈപ്പ് ആൾക്കാർ താമസിക്കുന്നു, അതുപോലെ തന്നെ ജനസാന്ദ്രത കൂടിയതാണോ അതുപോലെ കുറഞ്ഞതോ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ട്രിപ്സിന്റെ എണ്ണം വ്യത്യാസം വരാം. The rateable value of the dwelling and the type of the dwelling units affect the trip generation rates. അപ്പോൾ തന്നെ ആ താമസിക്കുന്ന സ്ഥലത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഏരിയന്റെ റെന്റബിൾ വാല്യൂ അല്ലെങ്കിൽ റേറ്റബിൾ വാല്യൂ എന്ന് പറയാം. അതിനനുസരിച്ച് ഇപ്പം ഹൈ ക്ലാസ് ആളുകൾ ഒരു പക്ഷെ താമസിക്കുന്നത് മൂല്യം കൂടിയ സ്ഥലങ്ങളിലായിരിക്കും, ഓക്കെ, വീടുകളിലായിരിക്കും. ഓക്കെ, അതിന് താമസിക്കുന്ന ആ സ്ഥലത്തിന്റെ ഒരു മൂല്യം നിശ്ചയിച്ചാൽ ഉയർന്ന മൂല്യമുള്ള ആൾക്കാർ താമസിക്കുന്ന അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ട്രിപ്പ് ജനറേഷൻ റേറ്റും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ്, ഓക്കെ, എന്തൊക്കെയാ ടൈപ്പ്? ഇപ്പം റെസിഡൻഷ്യൽ, ഇപ്പം നോർമൽ ഹൗസ് ഹോൾഡ് ആവാം, ഇപ്പൊ ഹോട്ടൽസ് ആവാം, ഡോർമെട്രീസ് ആവാം, അതുപോലെ ഇപ്പം സിംഗിൾ ഫാമിലി അപ്പാർട്ട്മെന്റ് ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആവാം. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടും അവിടെ ട്രിപ്പ് ജനറേഷൻ റേറ്റിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ് ആണ് അതിനെയും ബേസ് ചെയ്തിട്ട്, അതുപോലെ അതിന്റെ മൂല്യത്തെ ബേസ് ചെയ്തിട്ടും അവിടെ ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്ന റേറ്റിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസംപ്ഷൻ മെയ്ഡ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ഈസ് ദാറ്റ് എമൗണ്ട് ഓഫ് ട്രാവൽ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ലാൻഡ് യൂസ്. അപ്പൊ ലാൻഡ് യൂസിനെ ബേസ് ചെയ്തിട്ട് അത് പ്രധാനപ്പെട്ട ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലാൻഡ് യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ലാൻഡ് യൂസിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ ഇപ്പം ആളുകൾ താമസിക്കുന്ന ലാൻഡ് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടും ഒക്കെ അവിടെ റേറ്റിൽ ട്രിപ്പ് ജനറേഷൻ റേറ്റിൽ അവിടെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നാലാമത്തെ ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫിഫ്ത് വൺ, ഡിസ്റ്റൻസ് ഓഫ് ദ സോൺ ഫ്രോം ദ ടൗൺ സെന്റർ. അപ്പം ടൗൺ സെന്ററിന് ഉള്ള ഡിസ്റ്റൻസ്, ഇപ്പം ഒരുപാട് ദൂരെയാണ് ടൗൺ സെന്റർ, അതായത് മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം ഒരുപാട് ദൂരെയാണെങ്കിൽ ആളുകൾ യാത്ര ചെയ്ത് അവിടെ പോകാനുള്ള ടെൻഡൻസി പൊതുവെ കുറവായിരിക്കും. തൊട്ടടുത്താണ് മെയിൻ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലം എന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതലും അങ്ങോട്ട് പോകും. അതായത് ഇപ്പൊ ടൗൺ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൂടുതലും ടൗണിലെ പൊതുവായിട്ടുള്ള സെൻട്രൽ സോണിൽ അല്ലെങ്കിൽ അവിടെ മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ ആളുകൾ വരുന്നത് കൂടുതലായിരിക്കും. ദൂരെയുള്ള ആളുകളാണെങ്കിൽ മെയിൻ ടൗൺ സെന്ററിലേക്ക് യാത്ര ചെയ്യുന്നത് കുറവായിരിക്കും. ഒരു പക്ഷേ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളോട്ട് റൂറൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ ആളുകൾ താമസിക്കാൻ ചുറ്റുപറ്റിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ആവശ്യങ്ങൾ നിറവേറ്റുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതായത് കൂടുതൽ യാത്ര ചെയ്തിട്ട് ടൗൺ സെന്റേഴ്സിലേക്ക് വരുന്നത് കുറവായിരിക്കും. അപ്പം ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ്. ഡിസ്റ്റൻസ് ഓഫ് ദ സോൺ ഫ്രം ദ ടൗൺ സെന്റർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഡിറ്റർമിനന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് ട്രാവൽ ദാറ്റ് പീപ്പിൾ മൈറ്റ് ലൈക്ക് ടു മേക്ക് ടു ദ ടൗൺ സെന്റർ. The farther the town center, the less the number of trips are likely to. അപ്പം ദൂരത്തിനനുസരിച്ചിട്ട് ട്രിപ്പിന്റെ എണ്ണം കുറയും അല്ലെ, ദൂരം കൂടുന്നതിനനുസരിച്ച് ട്രിപ്പിന്റെ എണ്ണം കുറയും. ദൂരം കുറവാണെങ്കിൽ ട്രിപ്പിന്റെ എണ്ണം കൂടും. 6th one, accessibility to public transport system and its efficiency. Accessibility, അപ്പം accessibility അതായത് ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നല്ല എഫിഷ്യന്റ് ആണ്
ഓക്കെ, അതിലേക്ക് ഇപ്പം നമുക്ക് ആക്സസ് ചെയ്യാൻ നല്ല സൗകര്യപ്രദമാണ്. ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയാസിലൂടെ ഇൻ കേസ് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ റൺ ചെയ്യുന്നു, നമുക്ക് ഈസി ആയിട്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ, അധികം യാത്ര ചെയ്യാതെ തന്നെ, അധികം നടക്കാതെ തന്നെ ഒരു പക്ഷേ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്ത് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതായത് മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്ന ടൗൺ സെന്ററിലേക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ള സാഹചര്യമാണെങ്കിൽ പൊതുവെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടും. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ, ഇൻ കേസ് അതായത് വാഹനങ്ങൾ, പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് അല്ലെങ്കിൽ കാർസ് ഇല്ലാത്ത ആളുകൾ കൂടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ ട്രിപ്പ്, അതായത് ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് നമ്മളെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്നെത്താനുള്ള സാധ്യതകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ ട്രിപ്പിന്റെ എണ്ണം ഓട്ടോമാറ്റിക്കലി അവിടെ വർദ്ധിക്കും. ദ ആക്സസിബിലിറ്റി ടു എ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി ഡിറ്റർമൈൻ to some extent the desire of persons to make trips. An easy, accessible and efficient public transport system generates more trips. And last point, employment opportunity, floor space in the industrial and shopping units and offices, sales figures in shops, etc. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, ഇപ്പോൾ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആളുകൾ ജോലിക്ക് വേണ്ടി പോകുന്നത് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അല്ലെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ എല്ലാവരും ജോലി ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് എത്തിച്ചേരും. അപ്പൊ അവിടേക്കുള്ള ട്രിപ്പിന്റെ എണ്ണം കൂടും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് യൂണിറ്റ്സിലൊക്കെയുള്ള ഫ്ലോ സ്പേസ്, ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോവാം. അതായത് ഭയങ്കര റഷാണ്, ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ആളുകൾ കൂടുമ്പോൾ പ്രോപ്പറായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകുന്നത് കുറവായിരിക്കും. പക്ഷെ ഒരുപാട് വിസ്തീർണം ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട്, അപ്പോൾ കൂടുതൽ ആളുകൾ അവിടെ എത്തിയാലും സൗകര്യപ്രദമായിട്ട് തന്നെ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, അതായത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഷോപ്പിംഗ് ഫെസിലിറ്റീസും ഷോപ്പിംഗ് മോൾസും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ട്രിപ്പിന്റെ എണ്ണം ഓട്ടോമാറ്റിക്കലി കൂടും അല്ലെ. അതായത് അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് അട്രാക്ഷൻ പഠിച്ചു. അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ആണ് അല്ലെ, അതായത് എവിടേക്കാണ് പോകുന്നത് അതാണ്. അതായത് ഹോം ബേസ്ഡിലാണെങ്കിൽ ഹോം അല്ലാത്ത എൻസിനെയൊക്കെ നമ്മൾ അട്രാക്ഷൻ എന്നാ പറയാം. അതുപോലെ നോൺ ഹോം ബേസ്ഡ് ആണെങ്കിൽ ഡെസ്റ്റിനേഷനെ അട്രാക്ഷൻ എന്ന് പറയും. അപ്പം ഇപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ, ഓഫീസസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അവിടേക്ക് ആളുകൾ കൂടുതലായിട്ട് എത്താം, ട്രിപ്സ് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ജനറേറ്റ് ചെയ്യാം. അതുപോലെ നല്ല വിശാലമായിട്ടുള്ള ഫ്ലോ സ്പേസ് ഉള്ള ഇൻഡസ്ട്രിയൽ ഷോപ്സും ഒക്കെ ആണെങ്കിൽ ആളുകൾ കൂടുതൽ അങ്ങോട്ടേക്ക് എത്താം. ദ എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യലി ഓഫ് എൻ ഇൻഡസ്ട്രിയൽ ഓർ ഷോപ്പിംഗ് യൂണിറ്റ് ഓർ എൻ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റ് directly governs the trip attraction rate. Similarly, another factor to which the trip attraction rate can be related is the floor space in the premises of industries, shops and offices. Okay, അപ്പം ഇതാണ് 7 പോയിന്റ്സുകൾ. ഫസ്റ്റ് വൺ, ഇൻകം ഒരു ഫാക്ടറാണ്, നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാർ ഓണർഷിപ്പ്. മൂന്നാമത്തെ ഫാമിലി സൈസ് ആൻഡ് കോമ്പോസിഷൻ, ആ ഫാമിലിന്റെ വലിപ്പവും അതിൽ ഉള്ള ആളുകൾ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ട്രിപ്സിന്റെ റേറ്റ് നിശ്ചയിക്കുന്നത്. അതുപോലെ ലാൻഡ് യൂസ് ക്യാരക്ടറിസ്റ്റിക്സ്, റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അതിൽ ആ റെസിഡൻഷ്യൽ ഏരിയന്റെ കുറെ വെറൈറ്റീസ് അനുസരിച്ചിട്ട് ട്രിപ്പിന്റെ എണ്ണം കൂടാം. ഓക്കെ, അതായത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. റെസിഡൻഷ്യൽ ആവാം, അതുപോലെ തന്നെ ഇപ്പം നോർമൽ സിംഗിൾ ഡ്വെല്ലിംഗ് ആവാം, അതുപോലെ അപ്പാർട്ട്മെന്റ്സ് ആവാം, ഹോട്ടൽസ് ആവാം. അപ്പൊ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിലൊരു ഫാക്ടറാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു ഡിസ്റ്റൻസ് അല്ലെ, ടൗൺ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ്. ആക്സസിബിലിറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലുള്ള ആക്സസിബിലിറ്റി. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുകയും അതുപോലെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോവാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതുപോലെ റെഗുലർ ഇന്റർവെൽസിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ട്രിപ്സിന്റെ
ജനറേഷന്റെ റേറ്റ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പറഞ്ഞു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ഫ്ലോ സ്പേസിന്റെ കാര്യങ്ങൾ, ഷോപ്പിംഗ് യൂണിറ്റ്സിലും ഓഫീസസിലൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ട്രിപ്സിന്റെ റേറ്റിനെ കൂട്ടുന്നതാണ്. ഓക്കെ.